വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 17ാമത്തെ പേജിൽ 6ാമത്തെ ചോദ്യത്തിലേക്കാണ് കടന്നു വരുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റീഡ് ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൻ ഏജ്ഡ് മദർ ആൻഡ് ഹെർ കെയർ ഗീവർ ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം. അതായത് പറഞ്ഞിരിക്കുന്നത് റീഡ്, വായിക്കുക, ദിസ് കോൺവെർസേഷൻ, ഈ സംഭാഷണം. കോൺവെർസേഷൻ എന്ന് വെച്ചാൽ സംഭാഷണം. ബിറ്റ്വീൻ, തമ്മിൽ, ആൻ ഏജ്ഡ് മദർ, അതായത് വാർദ്ധക്യത്തിലെത്തിയുള്ള ഒരു അമ്മയും, ആൻഡ് ഹെർ കെയർ ഗീവർ, അവളെ സംരക്ഷിക്കുന്നവളായിട്ടുള്ള ആ രോഗിയെ പരിപാലനം ചെയ്യുന്നയാളുമായിട്ട്, ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം, അതായത് വാർദ്ധക്യത്തിലെത്തിയവർ താമസിക്കുന്ന ഒരു വീട്ടിൽ വെച്ച് ഉണ്ടായ ആ സംഭാഷണമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഋതു, കെയർ ഗീവർ. ഋതു എന്ന് പറയുന്ന ആളാണ് കെയർ ഗീവർ. അവളാണ് ആ വീട്ടിലുള്ള ആളുകളെ എല്ലാം സംരക്ഷണത്തിനുള്ള ജോലി ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സുധ ആൻറ്റി. ഗുഡ് മോർണിംഗ് പറയുകയാണ് ആരോട്? സുധ ആൻറ്റിയോട്. ഹൗ ആർ യു ടുഡേ? നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ഇന്ന്? ടുഡേ എന്ന് വെച്ചാൽ ഹൗ ആർ യു, എങ്ങനെയുണ്ട് ടുഡേ? മിസ് സുധ. സുധ എന്ത് ചെയ്യുന്നു? സൈസ്, അതായത് ദീർഘശ്വാസം വിടുന്നു. ജസ്റ്റ് അനദർ ഡേ, മറ്റൊരു ദിവസം. വളരെ ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറയുകയാണ് ഡിയർ, മറ്റൊരു ദിവസം പ്രിയപ്പെട്ടവളെ. അനദർ ഡേ വിത്തൗട്ട് മൈ ഫാമിലി, മറ്റൊരു ദിവസം വിത്തൗട്ട് മൈ ഫാമിലി, എന്റെ കുടുംബക്കാരും വീട്ടുകാരും ഇല്ലാതെ. റിതു, ഐ ആം സോ സോറി ആൻറ്റി. അപ്പോൾ റിതു പറയുകയാണ്, ഐ ആം സോ സോറി, എന്നോട് ക്ഷമിക്കണം ആൻറ്റി. ഐ നോ ഇറ്റ് ഈസ് ഹാർഡ്, എനിക്കറിയാം ഇറ്റ് ഈസ് പ്രയാസകരമുള്ളതാണ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, എങ്ങനെ എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും? ഐ നോ, എനിക്കറിയാം, ഇറ്റ് ഈസ് ഹാർഡ്, ഇത് വളരെ പ്രയാസമുള്ളതാണെന്ന്. ഹൗ ക്യാൻ ഐ, എങ്ങനെ എനിക്ക്, ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കാം? ഉത്തരം പറയാണ്. എന്നിട്ട് അവൾ പിന്നെയും ചോദിക്കുകയാണ്, ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്? ക്യാൻ യു, നിങ്ങൾക്ക്, ടെൽ മീ, പറയുവാൻ സാധിക്കുമോ എന്നോട്? ടെൽ എന്ന് വെച്ചാൽ പറയുക, മീ, എന്നോട്, മോർ, കൂടുതലായിട്ട്, എബൌട്ട്, കുറിച്ച്, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിലുള്ളത് കൂടുതൽ എന്നോട് പറയുവാൻ സാധിക്കുമോ? മിസ് സുധ പറയുകയാണ്, യു നോ ദേ ബ്രോട്ട് മീ ഹിയർ, നിനക്കറിയാം, ദേ ബ്രോട്ട് മീ ഹിയർ, അവർ, ബ്രോട്ട് കൊണ്ടുവന്നു, മീ, എന്നെ, ഹിയർ, ഇവിടെ, ആൻഡ് ലെഫ്റ്റ്, എന്നിട്ട് ഉപേക്ഷിച്ചു, ലെഫ്റ്റ്, ഉപേക്ഷിക്കുക. ഇറ്റ് ഈസ് എ ലോങ് സ്റ്റോറി, ഇറ്റ് ഈസ്, ഇത് ആകുന്നു, എ ലോങ്, ഒരു ലോങ്, നീണ്ട, സ്റ്റോറി, കഥ, ഡിയർ, പ്രിയപ്പെട്ടവളെ. മൈ ചിൽഡ്രൻ ടോൾഡ് മീ, മൈ, എൻ്റെ, ചിൽഡ്രൻ, കുട്ടികൾ, ടോൾഡ് മീ, പറഞ്ഞു, ദാറ്റ് ദേ കുഡ് നോട്ട് ടേക്ക് കെയർ ഓഫ് മീ എനി മോർ. എന്താണ് അവർ പറഞ്ഞത്? ദാറ്റ് ദേ കുഡ് നോട്ട്, അവർക്ക് കഴിയില്ല, ടേക്ക് കെയർ, സംരക്ഷിക്കുവാനായിട്ട്, ഓഫ് മീ, എന്നെ, എനി മോർ, ഇനി അങ്ങോട്ട്. റിതു, ആൻറ്റി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്. ആൻറ്റി, റിതു പറയുകയാണ്, ആൻറ്റി, ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലാകുന്നു, യുവർ ഫീലിംഗ്, നിങ്ങളുടെ ആ വികാരം എനിക്ക് മനസ്സിലാകുന്നു. മിസ് സുധ, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുന്ന? നോ, ഇല്ല, നോബഡി, ആർക്കും സാധ്യമല്ല, അണ്ടർസ്റ്റാൻഡിങ് മീ, എന്നെ മനസ്സിലാക്കുവാൻ. ഐ സാക്രിഫൈസ്ഡ്, ഞാൻ ബലി കഴിച്ചു. സാക്രിഫൈസ് എന്ന് വെച്ചാൽ ബലി കഴിച്ചു. മൈ ലൈഫ്, എൻ്റെ ജീവിതം. ഫോർ മൈ കിഡ്സ്, എൻ്റെ കിഡ്സ് എന്ന് വെച്ചാൽ കുട്ടികൾ. ഫോർ മൈ കിഡ്സ്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി. ആൻഡ് ഹിയർ ഐ ആം, ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, ഓൾ എലോൺ, ഒറ്റയ്ക്ക്. റിതു, ഓ ഐ നോ യു ആർ സഫറിങ്. റിതു പറയുകയാണ്, ഐ നോ, എനിക്കറിയാം, യു ആർ സഫറിങ് ആൻറ്റി, നിങ്ങൾ സഹിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ യു ആർ ലൗഡ്, നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നു. ആൻഡ് വാല്യൂഡ് ഹിയർ, നിങ്ങൾക്ക് വിലയുണ്ട് ഇവിടെ. കൺസിഡർ അസ് ആസ് യുവർ ഫാമിലി, കണക്കാക്കുക ആസ്, ഞങ്ങളെ, ആസ് യുവർ ന്യൂ ഫാമിലി, നിങ്ങളുടെ പുതിയ കുടുംബമായിട്ട്. മിസ് സുധ, ഡു യു റിയലി കെയർ, നിങ്ങൾ ശരിക്കും കെയർ ചെയ്യുന്നു, സംരക്ഷിക്കുന്നുണ്ടോ? യു ആർ ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ്, ആറിൻഡ് യു? യു ആർ, നിങ്ങൾ, ജസ്റ്റ് ഡൂയിങ്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, യുവർ ജോബ്, നിങ്ങളുടെ ജോലി, അല്ലേ? ആറിൻഡ് യു, അങ്ങനെയല്ലേ? റിതു പറയുകയാണ്, നോ ആൻറ്റി, അങ്ങനെ അല്ല ആൻറ്റി. വി ആർ ഹിയർ ടു ലവ് യു, ഞങ്ങൾ ഇവിടെ ഉള്ളത് നിങ്ങളെ സ്നേഹിക്കുവാനാണ്. വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെ ഉള്ളത്, ടു ലവ് യു, നിങ്ങളെ സ്നേഹിക്കുവാനാണ്. ആൻഡ് ടു ലിസൺ ടു യുവർ സ്റ്റോറീസ്, ആൻഡ്, അതുപോലെ തന്നെ, ലിസൺ, കേൾക്കുവാൻ, ടു യുവർ സ്റ്റോറീസ്, നിങ്ങളുടെ കഥകൾ കേൾക്കുവാനുമാണ്. ആൻഡ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് കേൾക്കുവാനുമാണ്. എക്സ്പീരിയൻസ്, അനുഭവം. യു വിൽ നെവർ ബി അലോൺ അഗെയിൻ, യു വിൽ നെവർ ബി അലോൺ അഗെയിൻ, നിങ്ങൾ ഇനി ഒരിക്കലും ഒറ്റയ്ക്കാവുകയില്ല. നെവർ, ഒരിക്കലുമില്ല. ഓക്കെ, ഇനി ദിസ് കോൺവെർസേഷൻ ഹൈലൈറ്റ്സ് ദ എമോഷണൽ state of elderly individuals who may feel that there is nothing left in life. This conversation, ഈ സംഭാഷണം, ഹൈലൈറ്റ്സ്, തുറന്നു കാട്ടുന്നു അല്ലെങ്കിൽ ഉയർത്തി കാട്ടുന്നു, ദ എമോഷണൽ സ്റ്റേറ്റ്, അതായത് മാനസിക അവസ്ഥ, ഓഫ് എൽഡർലി ഇൻഡിവിജ്വൽസ്, അതായത് വാർദ്ധക്യത്തിലെത്തിയ വ്യക്തികളുടെ, ഹു മേ ഫീൽ, അവർ ഒരുപക്ഷെ ചിന്തിക്കും, ദാറ്റ് there is nothing left
ഇൻ ലൈഫ്, ഇനി ജീവിതത്തിൽ നത്തിങ്, ഒന്നും ലെഫ്റ്റ്, ബാക്കിയില്ല, ഇൻ ലൈഫ്, ജീവിതത്തിൽ എന്ന് ചിന്തിക്കും. ഇറ്റ് ഓൾസോ അണ്ടർസ്കോർസ് ദ റൈസിംഗ് നീഡ് ഫോർ ദ എംപത്തറ്റിക് കെയർ ഗീവേഴ്സ്. ഇത് ഓൾസോ നമ്മളെ കാണിച്ചു തരുന്ന മറ്റൊരു കാര്യം, നീഡ്, ആവശ്യമാണ്. അതായത് എംപത്തറ്റിക് ദയയുള്ള കെയർ ഗീവേഴ്സിന്റെ ആവശ്യത്തെ കാണിച്ചു തരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം, പ്രിപ്പയർ എ ഷോർട്ട് സ്ക്രിപ്റ്റ് ഫോർ എ സ്കിറ്റ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതുക, അതായത് ഒരു നാടകം എഴുതണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ബി പെർഫോംഡ് ഇൻ യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുവാൻ വേണ്ടിയിട്ട്. ബേസ്ഡ് ഓൺ ദ എബവ് കോൺവെർസേഷൻ, മുകളിൽ തന്നിരിക്കുന്ന ആ സംഭാഷണത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്കിറ്റ് എഴുതാൻ, ഒരു ഡ്രാമ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുവാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ സ്കിറ്റ് എഴുതിയിട്ട്, അതായത് ഒരു സ്കിറ്റിന്റെ ഒരു രൂപം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ആ ടൈറ്റിൽ എന്താണ് പറയുന്നത്, ആ സ്ക്രിപ്റ്റിന്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ യു ആർ നോട്ട് അലോൺ എന്നാണ്. ആ നാടകത്തിന്റെ പേരെന്താണ്, യു ആർ നോട്ട് അലോൺ, നീ ഒറ്റയ്ക്കല്ല. ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഇതിൽ അഭിനയിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. ആരെല്ലാമാണ് ക്യാരക്ടേഴ്സ് ഉള്ളത്? ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമ്മൾ ഇവിടെ കാണപ്പെടുന്നത്? മിസ് സുധ. മിസ് സുധ, ആ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. അവരെങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. എൽഡർലി വുമൺ. എൽഡർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലെത്തിയ ഒരു സ്ത്രീ ആയിരിക്കണം. ഫീലിംഗ് അബാൻഡൻ, അവളുടെ മുഖത്ത് ഒരു അനുഭവപ്പെടൽ കാണണം. ഏതാണ്? അബാൻഡൻ, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ ഒരു അനുഭവപ്പെടൽ കാണണം. ഓക്കെ, രണ്ടാമതായിട്ട് റിതു. റിതു എന്ന് പറയുന്ന ആൾ ആരാണ്? യങ്, അതായത് വളരെ യുവത്വത്തിലുള്ള ഒരാളാണ്, ചെറുപ്പക്കാരിയാണ്. കൈൻഡ്, ദയുള്ളവളാണ്. കെയർ ഗീവർ, അതായത് അത്തരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമിലെ ആളുകളെ പരിചരിക്കുന്ന ആള്. ഓക്കെ, ഇനി സീൻ എങ്ങനെയായിരിക്കണം തുടങ്ങേണ്ടതെന്ന് പറയാണ്. സീ ഓപ്പൺസ് ഇൻ എ കെയർ ഹോം. സീൻ, അതായത് ഒന്നാമത്തെ ആ സീൻ തുടങ്ങുന്നത് തന്നെ ഒരു കെയർ ഹോമിലായിരിക്കണം. മിസ് സുധ. മിസ് സുധ എന്താണ്? സിറ്റ്സ് ക്വയറ്റ്ലി, ശാന്തമായിട്ടിരിക്കുന്നു. ഓൺ എ ബെഞ്ച്, ഒരു ബെഞ്ചിന്റെ മുകളിൽ. ലുക്കിംഗ് ഔട്ട്, പുറത്തേക്ക് നോക്കിക്കൊണ്ട്. ടു ദ വിൻഡോ, ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട്. റിതു എൻറ്റേഴ്സ് വിത്ത് എ വാം സ്മൈൽ. റിതു അകത്തേക്ക് കയറി വരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി, വാം സ്മൈൽ. ഓക്കെ, റിതു ചോദിക്കുവാണ് ചിയർഫുള്ളി, സന്തോഷത്തോടെ, ഗുഡ് മോർണിംഗ്. അവൾ, റിതു പറഞ്ഞു, ഗുഡ് മോർണിംഗ് സുധ ആൻറ്റി. സുധ ആൻറ്റി, നമസ്കാരം, അല്ലെങ്കിൽ സുപ്രഭാതം. ഹൗ ആർ യു ടുഡേ? ടുഡേ, ഇന്ന് നിങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ആൻറ്റി ഇരിക്കുന്നത്? അപ്പോൾ മിസ് സുധ പറയുകയാണ്, സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘശ്വാസം വിടുന്നു. ജസ്റ്റ് അനദർ ഡേ, മറ്റൊരു ദിവസം. ഡിയർ, പ്രിയപ്പെട്ടവളെ. അനദർ ഡേ വിത്തൗട്ട് മൈ ഫാമിലി, വേറൊരു ദിവസം എൻ്റെ കുടുംബക്കാർ എന്നോട് കൂടെ ഇല്ലാതെ. അപ്പോൾ റിതു പറയുകയാണ്, ഐ ആം സോ സോറി ആൻറ്റി, ഞാൻ വളരെ ക്ഷമ ചോദിക്കുന്നു. ഐ നോ ഇറ്റ് ഈസ് ഹാർഡ്, എനിക്കറിയാം ഇത് വളരെ പ്രയാസം നൽകുന്നതാണ് നിങ്ങൾക്കെന്ന്. എങ്കിലും വുഡ് യു ലൈക്ക് ടു ടോക്ക് അബൌട്ട് ഇറ്റ്? വുഡ് യു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? വുഡ് യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ? ടു ടോക്ക് അബൌട്ട് ഇറ്റ്, ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട്. മിസ് സുധ പറയുകയാണ്, ദേ ലെഫ്റ്റ് മീ ഹിയർ, അവർ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു. ലെഫ്റ്റ് മീ ഹിയർ, ഇവിടെ എന്നെ ഉപേക്ഷിച്ചു. ദേ, അവർ. ഓക്കെ, ലെഫ്റ്റ് മീ, ഉപേക്ഷിച്ചു. ഹിയർ, ഇവിടെ. റിതു, മൈ ഓൺ ചിൽഡ്രൻ, എൻ്റെ സ്വന്തം കുട്ടികൾ. മൈ ഓൺ, എൻ്റെ സ്വന്തം കുട്ടികൾ. ദേ സെഡ്, അവർ പറഞ്ഞു. ദേ സെഡ്, അവർ പറഞ്ഞു. ദേ കുഡ് നോട്ട് ടേക്ക് കെയർ ഓഫ് മീ എനിമോർ, ഇനി അവർക്ക് എന്നെ സംരക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഇനി അങ്ങോട്ട് അവർക്ക് എന്നെ സംരക്ഷിക്കുവാൻ, എനിമോർ, ഇനി അങ്ങോട്ട് സാധ്യമല്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഐ ഗീവ് ദം മൈ ഹോൾ ലൈഫ്, ഞാൻ അവർക്ക് നൽകി എൻ്റെ മുഴുവൻ ജീവിതവും. അപ്പോൾ റിതു, ആൻറ്റി, ഐ ക്യാൻ ഓൺലി ഇമാജിൻ ദ ഹർട്ട്. അപ്പോൾ റിതു പറയുകയാണ്, ആൻറ്റി, എനിക്ക് ഭാവനയിൽ കാണുവാനായിട്ട് സാധിക്കുന്നു ദ ഹർട്ട്, നിങ്ങൾക്കുണ്ടായ മുറിവ്. ബട്ട് വി ആർ ഹിയർ ഫോർ യു നൗ, പക്ഷേ ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ. യു ആർ നോട്ട് അലോൺ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ മിസ് സുധാബ ചോദിക്കുകയാണ്, ഡു യു റിയലി കെയർ, നീ ശരിക്കും അത് കെയർ ചെയ്യുന്നുണ്ടോ? ഓർ ആർ യു ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ്, അതെയോ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുകയാണോ ചെയ്യുന്നത്? ആർ യു ജസ്റ്റ് ഡൂയിങ്, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുകയാണോ? ഓക്കെ, ജസ്റ്റ് ഡൂയിങ് യുവർ
ജോബ്, ഇവിടെ ഡൂയിങ് എന്ന് വെച്ചാൽ ചെയ്യുക, യുവർ ജോബ് എന്ന് വെച്ചാൽ നിന്റെ ജോലി, ആർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ, ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണി മിനിമം ആയിട്ട് അങ്ങ് ചെയ്യുന്നതാണോ? റിത്തു പറയുകയാണ് ഐ ഡു കെയർ, ഞാൻ കെയർ ചെയ്യും, ഞാൻ സംരക്ഷിക്കും. വി ഓൾ ഡു, ഇവിടെയുള്ള ഞങ്ങൾ എല്ലാവരും ചെയ്യും. വി വാണ്ട് ടു ലിസൺ, ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കണം. ടു ലേൺ ഫ്രം യുവർ സ്റ്റോറീസ്, നിങ്ങളുടെ കഥയിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കുവാനുണ്ട്. ആൻഡ് മേക്ക് ഷുവർ യു ഓൾവേസ് ഫീൽ വാല്യൂഡ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാക്കണം നിങ്ങൾ ഇവിടെ വിലയേറിയവരാണെന്ന് ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് തരികയും ചെയ്യണം. യു ആർ ഫാമിലി ടു അസ് നൗ, നിങ്ങൾ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുടുംബമാണ് ഇവിടെ. മിസ് സുധ ലുക്സ് അപ്പ്, അപ്പോഴെന്താ ചെയ്യുന്നത്? പിന്നെ സുധ ആ സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? മിസ് സുധ ലുക്സ് അപ്പ്, മിസ് സുധ മുകളിലേക്ക് നോക്കുന്നു. വിത്ത് എ സോഫ്റ്റ് സ്മൈൽ, വളരെ മന്ദമായിട്ടുള്ള ഒരു സ്മൈൽ. ഐസ് ഗ്ലിസ്റ്ററിങ്, അതായത് എന്താ ചെയ്യുന്നത്? കണ്ണുകൾ വിടരുന്നു, അതുപോലെ തന്നെ പയ്യെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചിരിക്കുന്നു. എന്നിട്ട് മിസ് സുധ ഓക്കെ പറയുകയാണ്, താങ്ക് യു ഡിയർ, പ്രിയപ്പെട്ടവളെ നന്ദി. മേ ബി ദിസ് പ്ലേസ് ഈസ് നോട്ട് ആസ് ലോൺലി ആസ് ഐ തോട്ട്, ഒരു പക്ഷേ മേ ബി ആയിരിക്കാം, ദിസ് പ്ലേസ്, ഈ സ്ഥലം, ഈസ് നോട്ട് ആസ് ലോൺലി ആസ്, ഞാൻ പ്രതീക്ഷിച്ച അത്രയും ഏകാന്തത ഇല്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സൈത്തോട്ട്, ഞാൻ ചിന്തിച്ചത്രയും ഏകാഗ്രത അല്ലെങ്കിൽ ഏകത അല്ലെങ്കിൽ മൂകത ഇവിടെ ഇല്ല എന്നാണ് ചിന്തിക്കുന്നത്. ഇനി എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? സ്റ്റേജിനകത്ത് ലൈറ്റ്സ് ഡിംസ്, അതായത് പ്രകാശം കെട്ടുപോകുന്നു. സോഫ്റ്റ് മ്യൂസിക് പ്ലേസ്, അതായത് വളരെ മെലോഡി ആയിട്ടുള്ള മ്യൂസിക് ആണ്, അവിടെ സംഗീതം വരുന്നു. ആസ് ദേ സിറ്റ് ടുഗെദർ ഇൻ സൈലൻസ്, രണ്ടുപേരും ഒന്നിച്ച് നിശബ്ദമായിട്ടിരിക്കുന്നു. ഈ സമയത്ത് കർട്ടൻ താഴേക്ക് വീഴുന്നു. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.